എൻ്റെ വ്യൂവേഴ്സ് ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഈ ഫോട്ടോ തലമാറ്റി വെട്ടി ഒട്ടിച്ച് മോർഫ് ചെയ്ത് പല സൈറ്റുകളിലും പല ടെലിഗ്രാം ഗ്രൂപ്പുകളിലും ഇട്ട് അത് കാശാക്കുന്ന പല തന്തയില്ലാത്തവന്മാരുടെ ഇങ്ങനത്തെ പ്രവൃത്തികളെക്കുറിച്ചും ഒന്നിലധികം കോണ്ടൻറ്റ് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. വെരി അൺഫോർച്ചുനേറ്റ്ലി ഇന്നേ വരെ നമ്മുടെ സൈബർ സിസ്റ്റത്തിന് ഇതിലൊരു കറക്റ്റ് നിയമ നടപടിയെടുത്ത് 4-5 പിടിച്ച് അകത്തിട്ട് ഒരു അവയർനെസ് കൊണ്ടുവന്ന് ഇനി ഭാവിയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാതെ സൈബർ സ്പേസ് ക്ലീനാക്കി വെക്കാനുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രൊസീജിയർ തുടങ്ങി വെക്കാനോ അല്ലെങ്കിൽ ഇതിനൊരു ഇനീഷ്യേറ്റീവ് എടുക്കാനോ സാധിച്ചിട്ടില്ല. ഡേ ബൈ ഡേ ഇപ്പോൾ ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുത്ത ഒരാൾക്ക് ആദ്യം പറ്റാൻ പോകുന്ന പരിപാടി, ഫസ്റ്റ് തന്നെ ഇവരെന്ത് ചെയ്യും, ഈ തലമാറ്റി വെട്ടി ഒട്ടിച്ച ഫോട്ടോ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തിട്ട് അവരെ ഭീഷണിപ്പെടുത്തും. അതിലൊരു തീരുമാനം ഉണ്ടാക്കാൻ ഒരു സൈബർ സിസ്റ്റത്തിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇനി ഇതും പോട്ടെ, ഈ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ വരുന്ന ഇവിടെ സെലിബ്രിറ്റി മുഖങ്ങളായിട്ട് നിൽക്കുന്ന ആളുകളത് വീണ്ടും ആളുകൾ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ ഇപ്പോൾ ഒരു മറ്റേ തലവെട്ടി ഒട്ടിച്ചതല്ലേ എന്നുള്ള രീതിയിൽ സംസാരിച്ച് ഒഴിവാക്കുന്ന കുറച്ചൊരാളുകളെങ്കിലും വന്നിട്ടുണ്ട്. പക്ഷെ സാധാരണക്കാർക്ക് വീണ്ടും ഇത് ട്രബിളാണ്. ഓരോരുത്തന്മാരുടെ ഈ മനസ്സിലെ പുഴുപ്പുണ്ടല്ലോ, സ്വന്തം വീട്ടിലെ അമ്മ, പെങ്ങള്, അടുത്ത വീട്ടിലെ ചേച്ചി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ വേറെ റിലേഷൻസിലുള്ളവർ ഒന്നും വേണ്ട, വെറുതെ ചുമ്മാ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴടക്കം നമ്മളിപ്പോൾ പേടിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഏതൊക്കെ ആംഗിളിലെ ക്യാമറ വെച്ചിട്ട് എവിടെ നിന്നൊക്കെ വീഡിയോസ് എടുത്തിട്ട്, പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങളും എന്ന് പറഞ്ഞാൽ അതിനൊട്ടും നിങ്ങൾ എന്ത് ചെയ്യണ്ട, തള്ളിക്കളയണ്ട. ബിക്കോസ് അഖിൽ ഷാ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങളൊന്ന് കാണണം. ഇത് പലർക്കും ഇപ്പോൾ എന്താ അറിയോ, ഒരാൾക്ക് മറ്റൊരാളോട് വൈരാഗ്യം തീർക്കാനുള്ളൊരു വഴിയായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ രാഷ്ട്രീയം പറഞ്ഞാലോ മതപരമായിട്ട് എന്തെങ്കിലും എതിർത്ത് സംസാരിച്ചാലോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ ചെയ്യുന്ന മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ വ്യക്തിയുടെ ഫോട്ടോ വീഡിയോസ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്തിട്ട് പല സ്ഥലങ്ങളിൽ സർക്കുലേറ്റ് ചെയ്ത് വിടുക. പിന്നെ കുറേ കഴപ്പന്മാർ ഇത് കാശിന് വിൽക്കുക. ഓക്കെ, ഇത് കാണാൻ ആളുള്ളത് കൊണ്ടാണല്ലോ ഇവന്മാരിത് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം ഇറ്റ്സ് ഓബ്വിയസ്. അങ്ങനെ കാണാനും ചെയ്യാനൊക്കെ താല്പര്യമുള്ള പലതും കാണിക്കുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള ആളുകളുടെ നാടാണിത്. അത് വിചാരിച്ചിട്ട് ഇങ്ങനത്തെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് മൊത്തം സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യണ്ടെന്ന് പറയാൻ പറ്റൂ. സോ ഇവിടുത്തെ സൈബർ സിസ്റ്റം ഇവിടെ പല രീതിയിലുള്ള ഓപ്പറേഷൻസ്, തൂഫാൻ നടക്കുന്നുണ്ട്, സൈഹണ്ട് നടക്കുന്നുണ്ട്, പല സാധനങ്ങളും നടക്കുന്നുണ്ട്. ഗവൺമെൻറ്റിനോട് റിക്വസ്റ്റാണ്, ഇമാതിരി പരിപാടികൾ തലമാറ്റി വെട്ടി ഒട്ടിച്ച് കാണിക്കുന്ന ഈ അപരാധ പരിപാടികൾ ഏതെങ്കിലും വഴിക്ക് ഇവന്മാരെ കണ്ടുപിടിച്ച് പൊക്കി അകത്തിട്ട് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഒരു കുറവ് വന്നാൽ ഒരു സമാധാനം ഉണ്ടാവും. കാരണം എല്ലാവരും സോഷ്യൽ മീഡിയയിലാണ്, എല്ലാവരും ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ടൈം സ്പെൻഡ് ചെയ്യുന്ന എന്താ പറയുക, ദ റിയൽ വേൾഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സോഷ്യൽ മീഡിയയാണ്. ഇതിനകത്ത് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യും, വീഡിയോസ് അപ്ലോഡ് ചെയ്യും. ഇതൊക്കെ സേഫാണ് എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്താനെങ്കിലും സിസ്റ്റത്തിൻ്റെ ഭാഗത്തുനിന്നൊരു സഹായം ദയവ് ചെയ്തിട്ടുണ്ടാവണം. അഖിൽ ഷാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അത്യാവശ്യം നല്ല കോണ്ടൻറ്റുകളൊക്കെ ചെയ്യുന്നൊരു കോണ്ടൻറ്റ് ക്രിയേറ്ററാണ്. ഈ അടുത്തൊരു സിനിമയിൽ അഭിനയിച്ചു. അഖിൽ ഷായ്ക്ക് ആദ്യം മുതലേ കുറേ വള്ളിയുണ്ട്. ബിക്കോസ് മുസ്ലിമായി ഇരുന്നു കൊണ്ട് നീ എന്തിനാണ് ആ മുസ്ലിം മതത്തിൽ പറയാത്തതും അല്ലെങ്കിൽ മുസ്ലിം മതത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങളും വീഡിയോയിലൂടെ പറയുന്നത് എന്ന് ചോദിച്ചിട്ട് അഖിൽ ഷാനെ ആദ്യം മുതലേ ഈ എക്സ്ട്രീം മതം തലക്കി പിടിച്ചവർ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് അഖിൽ ഷാ ഈ റീസെൻ്റ്ലി ഒരു സിനിമ ചെയ്തതും. പിന്നെ ഇതിന് ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അഖിൽ ഷാ റിലേറ്റഡ് ആയിട്ട് കുറേ അധികം കാര്യങ്ങൾ ട്രിഗറായിട്ടുണ്ട്. കാരണം അഖിൽ ഷാ പല സ്ഥലങ്ങളിലും മതത്തിനെ കുറിച്ച് പറയുന്നതും റീൽസിലൂടെ സംസാരിക്കുന്നതും ഒക്കെ പലരെയും ട്രിഗർ ചെയ്തതുകൊണ്ടാണ് തോന്നുന്നു അഖിൽ ഷായുടെ ഫോട്ടോ എടുത്ത് ഉമ്മാർ തലമാറ്റി വെട്ടി ഒട്ടിച്ച് ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊണ്ടുപോയി പൈസയ്ക്ക് ഇട്ട് വിൽക്കുന്ന പരിപാടി കാണിച്ച്. അപ്പോൾ ഈ ഒരു വിഷയമാണ് സംസാരിക്കുന്നത്. ഇത് ഇനിയെങ്കിലും ഇവിടുത്തെ സിസ്റ്റം അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ഇത് വളരെ വേസ്റ്റ് ഫേസിലേക്ക്, ഇപ്പോൾ ഓൾറെഡി വേസ്റ്റ് ഫേസിലാണ്. പലർക്കും ഈ ഒരു കാരണം കൊണ്ട് ജീവിതവും ജീവനും പോയിട്ടുണ്ട്. പക്ഷെ വെരി അൺഫോർച്ചുനേറ്റ്ലി സിസ്റ്റം തിരിഞ്ഞു നോക്കുന്നില്ല. എൻ്റെ തുണ്ട് ലീക്കായി, നിങ്ങൾ കണ്ടാ? ഞാൻ കണ്ടു പുളി സാധനം. ഞാൻ കാണുക മാത്രമല്ല, ഞാൻ നല്ല മലപ്പുറം സൈബർ സെല്ലിൽ പോയിട്ട് അവിടുത്തെ എല്ലാ സാർമാർക്കും കാണിച്ചു കൊടുത്തു. ഓർക്കും ഇഷ്ടമായി. ഒരു പറഞ്ഞു ഇത്രയൊക്കെ ഉണ്ടോന്നൊക്കെ. ഇനി നിങ്ങളോട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയേണ്ടത്, അതായത് ഓൾമോസ്റ്റ് എല്ലാ ക്രിയേറ്റേഴ്സിൻ്റെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ആക്ടേഴ്സിൻ്റെ, അതായത് ആണുങ്ങൾ എല്ലാവരുടെ സാധനവും ഇപ്പം അടുത്ത് ലീക്കാവും. എൻ്റെ ലീക്കായി, ഇനി നിങ്ങളുടെയും ലീക്കാവും. എങ്ങനെയാണെന്നല്ലേ, ടെലിഗ്രാമിലൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൻ്റെ പേരാണ് ലിസ്റ്റ് എന്ന്. ഈ ഗ്രൂപ്പിൽ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരുടെ മോർഫഡ് ഫോട്ടോസ് ഉണ്ട്. ഇവരിത് പൈസക്കാണ് കൊടുക്കുന്നത്. അതായത്
ഫോട്ടോക്ക് ഇത്ര റേറ്റും വീഡിയോന്റെ ക്വാളിറ്റി അവര് ഇതാക്കുന്നതിന്റെ ലെങ്ത്തും അനുസരിച്ചാണ് പൈസ ഈടാക്കുന്നത്. ഫോട്ടോക്ക് 200, വീഡിയോക്ക് എത്ര സ്റ്റാർട്ടിങ് 400, അങ്ങനെയാണ് അവർ കൊടുക്കുന്നത്. അതായത് പൈസക്ക് വിൽക്കുക, ആൾക്കാരുടെ ഫോട്ടോസ് മോർഫ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് പൈസക്ക് വിൽക്കുക. ഇതിന് പിന്നിലൊരു വലിയ ടീം ഉണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ ഇന്നലെ ഒരു ഫ്രണ്ട് വഴിയാണ് ഈ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞത്. അപ്പൊ എവിഡൻസ് വെച്ചിട്ട് നമ്മൾ ഇന്നലെ മലപ്പുറം സൈബർ സെല്ലിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. 2 വർഷം മുമ്പ് ട്വിറ്ററിൽ ഇതുപോലെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു പോൺ ആക്ടർ ഉണ്ട്, ഗേ പോൺ ആക്ടർ ഉണ്ട്. അപ്പൊ പുള്ളി ഒരു സാധനം പോസ്റ്റ് ചെയ്തപ്പോ പുള്ളി ഗസ് ദ സെലിബ്രിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ക്യാപ്ഷൻ കൊടുത്തു, എന്തോ ഒരു പോൺ വീഡിയോ. അപ്പൊ അതില് കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാനാണ് എന്നുള്ള രീതിയിൽ. അതായത് പുള്ളിയുടെ കൂടെ ഉള്ള ആള് ഞാനാണ്. അതില് ആ പയ്യന്റെ ഫേസ് പോലും കറക്റ്റ് കാണുന്നില്ല. എന്തോ കടക്കുന്ന വീഡിയോ, ഫുള്ളെന്തോ ഞാൻ കണ്ടിട്ടില്ല, കുറച്ച് പാർട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് ആൾക്കാർ അത് ഞാനാണെന്ന് പറഞ്ഞ് ഒരു സാധനം ഉണ്ടാക്കിയിരുന്നു. പക്ഷെ ഞാൻ അതങ്ങനെ കാര്യമാക്കി എടുത്തില്ല. കാരണം നമുക്കറിയാലോ അതങ്ങനെ കാര്യമാക്കി എടുത്തിട്ടില്ല. പക്ഷേ ആ വീഡിയോവും ഇപ്പോൾ അവര് ഇതിന്റെ കൂടെ, അതായത് എന്റെ കുറച്ച് മോഫ്ഡ് ഫോട്ടോസ് വന്നു, ഇതിന്റെ കൂടെ ആ വീഡിയോയും അത് ഞാനാണെന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. 2 വർഷം മുമ്പേ ഞാൻ പോണ്ടി പോയപ്പോഴത്തെ ഫോട്ടോസ് ആണത്. എന്തോ ഭാഗ്യത്തിന് എന്റെ പഴയ ഫോണിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇതെന്താ സംഭവിച്ചാല് അന്ന് എനിക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് അറിയില്ല. അന്ന് സബ്സ്ക്രിപ്ഷനിൽ ഞാൻ സ്റ്റോറി ഇടക്കിടക്ക് ഇടുമായിരുന്നു ഇങ്ങനത്തെ സാധനങ്ങള്. അപ്പൊ അതിന് വേണ്ടി എടുത്ത ഫോട്ടോസ് ആണത്. അതായത് ഞാൻ അതില് എവിടെ ട്രിപ്പ് പോയാലും ഒരു ഷഡ്ഡി ഫോട്ടോ എന്തായാലും നിർബന്ധമായിരിക്കും. നിങ്ങൾ കാണുന്നതല്ലേ, കാരണം ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. അധികം ഷർട്ട്ലെസ് ഫോട്ടോസ് ആണ് ഞാൻ എന്റെ സബ്സ്ക്രിപ്ഷൻ ഇട്ടിരുന്നത്. അന്ന് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ കണ്ടിട്ടുണ്ടാവും ഈ ഫോട്ടോസ് ഒക്കെ. ഈ ഫോട്ടോസ് ആണ് അവർ മോർഫ് ചെയ്തിട്ട് ഇപ്പൊ വാട്സപ്പിലൂടെ പ്രചരിക്കുന്നത്. ഈ ഫോട്ടോസ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതായത് ഈ ഫോട്ടോയിലൊക്കെ നല്ലപോലെ എന്നെ വെളുപ്പിച്ചിട്ടുണ്ട്. കാരണം അവര് വെച്ചത് ഏതോ ഫോറിനറിന്റെ അണ്ടിയാന്ന് തോന്നുന്നു. അപ്പോൾ അതുമായിട്ട് എന്റെ സ്കിൻ കളർ മാച്ചാൻ വേണ്ടിയിട്ട് താഴത്തെ ഫോട്ടോ നന്നായിട്ട് വെളുപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. എന്താലേ ഇത് ചെയ്ത എഡിറ്ററോട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, എനിക്ക് മാച്ച് ആവണ ഒരു അണ്ടിയെങ്കിലും നിങ്ങൾക്ക് വെച്ചൂടെ. അഖിൽഷ കുറച്ചും കൂടി ഒരു സീരിയസ്നെസ് ഇതിന്റെ കുറച്ച് സംസാരിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് പലർക്കും ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. അഖിൽഷയ്ക്ക് ചിലപ്പോൾ ഈ പറയുന്ന രീതി ഇങ്ങനെ ആയതുകൊണ്ട് എനിക്കത് ഫീൽ ചെയ്തതാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഒന്നാമത് ഇതിന് ലീക്ക് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, എൻ്റെതും ലീക്കാവും നിങ്ങളതും ലീക്കാവും എന്നല്ല. ഇത് ലീക്കല്ല, ഇത് ഇവർ മോർഫ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തുണ്ടാക്കുന്ന അവരുടെ അപരാധമാണ്. ഓക്കെ, അപ്പം അതിന് മോർഫ് ചെയ്ത സാധനം നമ്മൾ ലീക്ക് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അതിനെ ചെറുതാക്കരുത്. ഇത് നമ്മളുടെ ആരും ലീക്കാവുന്നതല്ല. പിന്നെ ഈ പറഞ്ഞ അഖിൽ ഷാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്ററിനെ കുറച്ച് കാലമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അഖിൽ ഷായോട് വ്യക്തമായിട്ടുള്ള വൈരാഗ്യമുള്ള ഒരു ബെൽറ്റ് ഇവിടെ ഉണ്ട്. അത് ഈ മതപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നത് കൊണ്ടുള്ള ഒരു ബെൽറ്റാണ്. വാട്ടെവർ ആരോ ആയിക്കോട്ടെ, ഒരു വ്യക്തി, ഇനിയിപ്പോൾ പലരും ചോദിക്കും അവരെന്തിനാണ് ഈ ഷെഡിപ്പുറത്തുള്ള വീഡിയോ എല്ലായിടത്തും ഫോട്ടോ എല്ലായിടത്തും ചെല്ലുമ്പോൾ ഇടണം, അതവർ നിർബന്ധമാണെന്നൊക്കെ. അയാളുടെ ഇഷ്ടമാണ്. അയാൾ ഫുള്ളായിട്ട് തുറന്ന് കാണിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ഒരാണിന് എന്ത് ഷർട്ട് ഇടാതൊരു ഫോട്ടോ വീഡിയോ ഇട്ടൂടെ? എല്ലാം 6 പാക്ക് ഉള്ളതും മസിലുള്ളവന് മാത്രമേ ഷർട്ട് ഇടാതെ വീഡിയോ ഫോട്ടോ ഇടാൻ പാടൂ എന്നൊക്കെ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇവിടെ അഖിൽ ഷാ ഈ കംപ്ലീറ്റ്ലി വന്നിട്ട് ഇങ്ങോട്ട് തുറന്ന് കാണിച്ചതല്ല. അഖിൽ ഷാ അവൻ്റെ കോണ്ടന്റുകൾ ചെയ്യുന്നതിൻ്റെ ഒരു പാറ്റേണിൽ അവനത് ചെയ്തിട്ട് പോകുന്നു. അവനോട് ദേഷ്യമുള്ളവർ ഇതേപോലെ ഈ സാധനം എടുത്തുകൊണ്ട് നിങ്ങളത് ആലോചിക്കും, ഇത് വിൽക്കണമുണ്ട് കാശിന്. ഓക്കെ, ഇത് വിൽക്കണമുണ്ട്. ആണുങ്ങൾ ഇപ്പം പെണ്ണുങ്ങൾ അനുഭവിക്കുന്നത് ഇവിടെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആണുങ്ങൾ ഇത്രയും സാധനങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നും ആണുങ്ങൾ ഇതിങ്ങനെ വിൽപ്പനയ്ക്ക് ഉണ്ട് എന്നുള്ളതും ഒരു പക്ഷേ ആളുകൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ശേഷം മടിയുണ്ടാവും. ബട്ട് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. പെണ്ണുങ്ങളത് എങ്ങനെയാണോ വിൽക്കപ്പെടുന്നത്, എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനത്ര തന്നെ ഒരാണിൻ്റെ ശരീരത്തിനും ഇവിടെ ഈ പറഞ്ഞ കാമവെറിയന്മാരുണ്ട്, വെറിയത്തികളുണ്ടാവും. അത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വിൽപ്പന ഫേക്കായി ക്രിയേറ്റ് ചെയ്ത് വിൽപ്പന നടത്തുന്ന ബെൽറ്റും ഇവിടെ വളരെ ആക്റ്റീവാണ്. ഇനിയിപ്പോൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, അഖിൽ ഷാ ഷെഡിപ്പുറത്ത് നിന്ന് ഫോട്ടോ ഇട്ടത് കൊണ്ടല്ലേ ഓൻ ആ ഷെഡി അവിടെ മറ്റേത് വെച്ചിട്ട് സുഖമായി എഡിറ്റ് ചെയ്യാൻ പറ്റിയത്. ഇനി അഖിൽ ഷാ ഒന്നും ചെയ്തില്ല, ഫുള്ളും മറ്റേ എന്താ പറയുക കോട്ടും സൂട്ടും ഇട്ട് വന്നാലടക്കം ആ കോട്ടും സൂട്ടും മാറ്റിയിട്ട് തല മാത്രം അവിടെ വെച്ചിട്ട് വേറെ സാധനം ഉണ്ടാക്കാനും ഇവരെ കൊണ്ട് പറ്റും. ഇവർ ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായോ? കാരണം ഇതൊക്കെ കാണാനും വാങ്ങാനും ഇവിടെ ആളുണ്ട് എന്നുള്ളിടത്തോളം അവർക്ക് വിഷയമല്ല. പിന്നെ ഇതൊന്നും നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഇതിലൊരു എന്താ പറയുക ഏതെങ്കിലും നിയമ നടപടി എടുക്കാനോ ഇവിടെ ഒരു സിസ്റ്റം ഇല്ല എന്നുള്ളതും അവർക്ക് ഉറപ്പാണ്. ഇതിൻ്റെ ഡേഞ്ചർ സിറ്റുവേഷൻ എവിടെയാണ് വരുന്നതെന്നറിയോ? ഇങ്ങനത്തെ കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്തി അവരവർ യൂസ് ചെയ്യും. മക്കളെ വെച്ചിട്ട്, കുറച്ച് ടെക്കികളായിട്ടുള്ള കുട്ടികളെ വെച്ചിട്ട്
നിങ്ങൾക്ക് കാശ് തരാം, ഇങ്ങനെ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഇവരെ കൊണ്ട് ഇത് ക്രിയേറ്റ് ചെയ്യിക്കും. അല്ലെങ്കിൽ ഇവർക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്ന പ്രായത്തിൽ ഇവിടുത്തെ പ്രോപ്പറായിട്ടുള്ളൊരു സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാത്തൊരു സിസ്റ്റത്തിനകത്ത് കുട്ടികളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും ഭയങ്കര സുഖമാണ്. ഇങ്ങനത്തെ ഫോട്ടോസിനും വീഡിയോസിനും അഡിക്റ്റ് ആക്കിയിട്ട് അവരെ ചെയ്യുന്നു ഈ പറഞ്ഞ പോലെ 100-200 വാങ്ങി അവരെ ഇതിൻ്റെ ഒരാളാക്കി മാറ്റും. ഇതിൻ്റെ ഒരു ഡേഞ്ചർ ഫേസ് എത്രത്തോളം എന്നുള്ളത് ഇവിടുത്തെ സിസ്റ്റം ഇനി അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ഇത് ഭയങ്കര രീതിയിൽ നമ്മളെ ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിക്കും. ഇപ്പം തന്നെ റീസെൻ്റ്ലി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ചെക്കൻ അവിടുത്തെ ഒപ്പം പഠിക്കുന്ന കുട്ടികളുടെ ഫോട്ടോ ഇതേപോലെ തലമാറ്റി വെട്ടി മോർഫ് ചെയ്ത് ആ ഒരു വിഷയം നമ്മൾ കണ്ടതാണ്. പക്ഷെ അത് സിസ്റ്റം അഡ്രസ്സ് ചെയ്ത രീതി വന്ന് രാത്രി നമ്മൾ ശ്രദ്ധിച്ചതാണ്. പോലീസ് സ്റ്റേഷനിൽ ഇത് പരാതിയായിട്ട് ചെല്ലുന്ന വിക്ടിമിൻ്റെ വീഡിയോ ഫോട്ടോസ് പോലീസുകാരെടുത്ത് വയ്ക്കുക. എന്തിന് നിങ്ങൾ ഇതിൻ്റെ പിന്നാലെ വരുന്നു എന്നുള്ള ചോദ്യം ചോദിക്കുക. കേസ് കൊടുത്തിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുക. അങ്ങനത്തെ പല രീതിയിൽ വിക്ടിമിനെ വരെ ഹരാസ് ചെയ്യുന്ന രീതിയിൽ ഇവിടുത്തെ സിസ്റ്റം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്തയിലേക്കാണ്. സഹപാഠികളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത സംഭവത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥിയായ ഏബൽ അഗസ്റ്റിൻ വീണ്ടും അറസ്റ്റിലായി. അല്പം മുൻപാണ് ഈ ഏബൽ അഗസ്റ്റിനെ പ്രജുല 2 കേസുകളിൽ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രജുല പറഞ്ഞതുപോലെ ഇന്നലെ രാത്രി നാടകീയമായ സംഭവമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായത്. രാത്രി 12 മണി അർദ്ധരാത്രി സമയത്ത് വരെ മെഡിക്കൽ വിദ്യാർത്ഥികൾ അവിടെ എത്തുകയും വലിയ പ്രതിഷേധം പോലീസിനെതിരെ ഉയർത്തുകയും ചെയ്തു. അവർ പറഞ്ഞത് ഒരു കേസിൽ മാത്രമാണ് ഏബലിനെ അറസ്റ്റ് ചെയ്തത്. പക്ഷെ ആ കേസ് ജാമ്യം കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ തങ്ങൾ പലതവണ പരാതി കൊടുത്തിട്ടും പോലീസ് അതൊന്നും കേസെടുക്കാൻ കഴിയില്ല, ഒന്നിലധികം FIR ഒരു കുറ്റകൃത്യമായാലും എടുക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിന്നു. അതൊക്കെയാണ് വിദ്യാർത്ഥികളെ പ്രകോപിപ്പിച്ചത്. അതോടൊപ്പം തന്നെ മൊഴിയെടുക്കാൻ കൊണ്ടുവന്ന വിദ്യാർത്ഥികളെയും മണിക്കൂറുകളോളം നിർത്തി പിന്നെ പിറ്റേ ദിവസത്തേക്ക് വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അത് കൂടുതൽ പ്രതിഷേധത്തിന് വഴിവെക്കുകയും ചെയ്തതാണ്. എന്തായാലും വലിയ പ്രതിഷേധം ഉയർന്നതിന് തൊട്ടു പിന്നാലെ കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ എത്തിച്ച് മൊഴി രേഖപ്പെടുത്താൻ തന്നെ പോലീസ് തയ്യാറായി. പിന്നീട് 2 FIRകൾ ഈ പരാതിയിന്മേൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ആ സാഹചര്യത്തിലാണ് ജാമ്യം കിട്ടിയെങ്കിലും വീണ്ടും ഏബൽ അഗസ്റ്റിനെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇനി എന്തായാലും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനോ മറ്റോ ആയിരിക്കും പോലീസ് ശ്രമിക്കുകയും ചെയ്യുന്നത്. എന്തായാലും സമാനമായ കേസ് തന്നെയാണ്. സഹപാഠികളുടെയും സീനിയർ വിദ്യാർത്ഥിനികളുടെയും ഫോട്ടോസ് മോർഫ് ചെയ്ത് അത് ഇൻസ്റ്റഗ്രാമിൽ അടക്കം പ്രചരിപ്പിച്ചു എന്നതാണ് ഏബൽ അഗസ്റ്റിൻ എന്ന 3ാം വർഷ വിദ്യാർത്ഥിക്കെതിരായ കേസ്. പരാതിക്കാരുടെ അകത്ത് കേട്ടിട്ടൊന്നും വന്നപ്പോൾ അവർക്ക് കേട്ടാൻ പറ്റുന്നില്ല. അത് നമ്മൾ കുറെ ബഹളം വെച്ചപ്പോൾ അവർ വന്ന് വീഡിയോ എടുക്കാൻ ചെയ്തത്. പരാതിക്കാരുടെ വീഡിയോ നമ്മൾ എടുക്കരുതെന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ എടുത്തു. ഇത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഇപ്പൊ പറ്റുന്നില്ലെന്നാ പറയുന്നത്. പരാതിക്കാരുടെ മുന്നിൽ നിന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പോലീസിനെ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. ഇത് എങ്ങനെയാണ് പോലീസുകാർ നിയമം പാലിക്കേണ്ടത്? ഇന്നലെ രാത്രി ഞാൻ വന്നൊരു പരാതി തന്നു. ഞാനും വേറൊരു കുട്ടിയും രണ്ടുപേരും തമ്മിൽ എന്റെ ബാച്ചിലർ എന്റെ ബാച്ച്മേറ്റുമായിട്ട് വന്നാൽ തന്നെ. പക്ഷെ അവളുടെ പരാതി ഇന്നലെ റെക്കോർഡ് ചെയ്തിട്ടില്ല. അവൾക്ക് സമയം. ഞാൻ ഇന്നലെ ഇവിടുന്ന് പോയത് 4:30. ഇന്ന് പുലർച്ചെ 4:30 ഞാൻ ഇവിടുന്ന് പോകുന്നത്. മറ്റേ കുട്ടിയുടെ പരാതി ഇന്നലെ സമയമില്ല എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്തിട്ടില്ല. 2 പേര് പരാതിപ്പെട്ടു, അതിൽ ഒരാളുടെ പരാതി മാത്രം ഇതാക്കിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇന്ന് ബാക്കി ജൂനിയർ ബാച്ചസിലെ വിക്ടിംസിനെ കൊണ്ട് രാവിലെ 10 മണിക്ക് ഞാൻ ഇവിടെ എത്തിയതാ. അവരുടെ എല്ലാം പേരും നമ്പറും എഴുതിയെടുത്തിട്ട് മൊഴിയെടുക്കാം എന്ന് പറഞ്ഞിട്ട് വിട്ടേക്കുക. എന്നിട്ട് ഇന്നലെ എന്റെ കൂടെ വന്ന എന്റെ ബാച്ച്മേറ്റ് പിന്നെയും രാവിലെ വന്ന് പറഞ്ഞ് ഇപ്പം അവളുടെ മൊഴിയെടുത്തു. ഇന്ന് ഇത്രയും പേരുടെ കേസ് പോവുകയാണെങ്കിൽ ഒരിക്കലും അത് ജാമ്യം കിട്ടില്ല. നോൺ ബെയിലബിൾ ഒഫൻസ് തന്നെ ഇട്ടേക്കുന്നത്. എന്നിട്ടും എന്റെ ഒറ്റൊരാളുടെ പേരിലാണ് ആ കേസ് പോയേക്കുന്നത്. ബാക്കി അവരുടെ പേരോ സാധനങ്ങൾ അവര് റെഡിയാണ്, വന്ന് മൊഴി തരാൻ റെഡി ആയിട്ട് പോലും അത് എടുത്തിട്ടില്ല. 5 പേരെ ഒരാൾ വന്ന് അടിച്ചാൽ ഒരാളുടെ കേസ് മാത്രം പോരെ, എന്തിനാ 5 പേരുടെ കേസ്? അതാണോ? എന്റെ മാനത്തിനും അവളുടെ മാനത്തിനും സെപ്പറേറ്റ് വിലയില്ലേ? ഇത്ര സ്വന്തം അമ്മയുടെ ഫോട്ടോസ് വരെ അതിനകത്തുണ്ട്, മോർഫ് ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് പോലും അതിനൊരു കേസ് എടുക്കാത്തതിന് ഞങ്ങളുടെ പോട്ടെ, ഞങ്ങൾ ആരുമല്ല അവന്റെ. അത്രയും ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരാൾ ഒരു MBBS പഠിച്ച ഒരു ഡോക്ടർ ആവുകയാണെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് തന്നെ ഒരു പ്രശ്നമല്ലേ? ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് തോന്നിയത് എന്താ പറയുക, എന്നോട് പലരും പറഞ്ഞു, ചേട്ടാ ഇതൊരു കോണ്ടന്റ് നിങ്ങൾ ചെയ്യുന്നത്. ഞാൻ എത്ര കോണ്ടന്റ് ചെയ്യണം? സീരിയസ്ലി ഞാൻ എത്ര കോണ്ടന്റ് ചെയ്യും? എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ വളരെ കൃത്യമായി ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, നമുക്കൊരു അവയർനെസ് പോലെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ഇത് പലരുടെയും ജീവിതം തൊലയ്ക്കുന്നുണ്ട്, താറുമാറാക്കുന്നുണ്ട്. പലരും ഇതിന് അഡിക്റ്റായി ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി അമ്മ പെങ്ങന്മാരും ഇല്ലെങ്കിൽ ഒപ്പമുള്ള സഹോദരൻ അച്ഛൻ ഇതൊന്നും മറന്ന് ഇവർക്ക് ഈ തലമാറ്റി വെട്ടി ഒട്ടിച്ചും ഇത് മോർഫ് ചെയ്തും ഇത് കൊണ്ടുപോയി ഇട്ടുന്ന എന്താ പറയുക ഈസി മണിയിലേക്ക് കുട്ടികൾ വഴിമാറി പോകുന്നുണ്ട്. പിന്നെ പലരും റിവെഞ്ച് തീർക്കാൻ വേണ്ടിയിട്ട്.
ഒക്കെ പേഴ്സണൽ ഗ്രഡ്ജും റിവഞ്ചും തീർക്കാൻ വേണ്ടിയിട്ട് ഇതൊരു തരം എന്താ പറയുക കൊട്ടേഷൻ മാർഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞ് ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്താണ്. എസ്പെഷ്യലി ഈ ടെലിഗ്രാമിലെ ബോട്ട് ഗ്രൂപ്പുകളെ കുറിച്ചിട്ടൊക്കെ കണ്ടമാനം വീഡിയോസിലൂടെയൊക്കെ പരാമർശിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം എൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ സിസ്റ്റമാണ് ഒന്നും ചെയ്യാത്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വിക്റ്റിമായ ഒരു കുട്ടിയുടെ ഫോട്ടോ വീഡിയോ എടുക്കുക, പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ വേണ്ടി പോകുന്ന സമയത്ത് പോലീസുകാരനെ ഇതൊക്കെ ചെയ്യാൻ നിന്നിട്ടല്ലേ എന്തിനാ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ വീഡിയോ ഇടാൻ നിൽക്കുന്നതെന്ന് ചോദിക്കുക. പരാതിക്കാരിയെ തന്നെ ഒരുമാതിരി തളർത്തി വിടുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് എന്ത് ചെയ്യാൻ? സൈബർ നിയമങ്ങൾ വളരെയധികം ശോകമാണ്. ഒന്നില്ലെങ്കിൽ അത് ശോകമാണ്, അല്ലെങ്കിൽ അത് കൃത്യമായി നടപ്പിലാക്കാൻ ഇവിടെ അറിവില്ലായ്മയാണ് പല പോലീസുകാർക്കും അല്ലെങ്കിൽ ഇവിടുത്തെ സിസ്റ്റത്തിന് എന്നേ പറയാനുള്ളൂ. ഇത് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയോടുള്ള ഒരു റിക്വസ്റ്റാണ്. സാർ, ഇവിടെ ആണും പെണ്ണും വലുതും ചെറുതും ഒന്നും സേഫല്ല. ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. സോഷ്യൽ മീഡിയക്കകത്ത് ആളുകൾക്ക് വരാതിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അവരുടെ ക്രിയേറ്റിവിറ്റിയും അവരുടെ ഇഷ്ടങ്ങളും അനുസരിച്ചിട്ട് അവർക്ക് അവരുടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൂടെ? പക്ഷെ സേഫ്റ്റി എന്നുള്ള സാധനം ഉറപ്പുവരുത്തുന്നത് ഇവിടുത്തെ സിസ്റ്റം അല്ലേ? അത് ഉറപ്പുവരുത്താൻ നിങ്ങൾ എന്ത് തരം ഇനീഷ്യേറ്റീവ് നമുക്ക് എടുത്തു തരും എന്നുള്ളതൊരു ചോദ്യമായിട്ട് തന്നെ നിൽക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല. അഖിൽ ഷാ ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ട് അഖിൽ ഷാക്ക് ഇത്രത്തോളം വിഷയങ്ങൾ സംഭവിക്കുന്നു, അഖിൽ ഷാനെ ടാർഗറ്റ് ചെയ്തിട്ട് വിച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആർ ഡൂയിങ് ദിസ് എന്നുള്ളതൊക്കെ. എനിക്കിപ്പോൾ ഭയങ്കര ഹെയ്റ്റാ. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പൊളിറ്റിക്സ് പറയുന്നതുകൊണ്ട് മതം പറയുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ഹെയ്റ്റ് വെച്ചിട്ട് കുറച്ച് മുമ്പ് ഇതേപോലെ എൻ്റെ ഒരു ഓഡിയോ ലീക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു വരും. അതിലെന്താ പറയുന്നത് വെച്ചാൽ എൻ്റെ ബോഡി കൊണ്ടും, അതായത് ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ കുറേ പെൺകുട്ടികളെ ഞാൻ ഡേറ്റ് ചെയ്യാറുണ്ട്, ടിൻഡറും ബമ്പിളൊക്കെ ഉപയോഗിച്ച് ഡേറ്റ് ചെയ്യാറുണ്ട് എന്ന് പറയുന്ന എൻ്റെ ഒരു ഓഡിയോ, അത് ഒറിജിനൽ ഓഡിയോ, അത് ലീക്കാക്കി വരും. അപ്പം ഞാൻ അതുപോലെ സൈബർ സെല്ലിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അത് റിമൂവ് ആക്കിയിരുന്നു. ആ സമയത്ത് ഇതേപോലെ എനിക്ക് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിരുന്നു. അതേപോലെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഷാമോൻ്റെ കൂടെ ട്രിപ്പ് പോയിരുന്നു, ഷാമോൻ പിഴപ്പിക്കും, ഷാമോൻ പിഴയാണ്, ഗേൾസ് അവൻ്റെ കൂടെ സേഫ് അല്ല എന്ന് പറഞ്ഞിട്ട് കുറേ സാധനം ഇറക്കിയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അവരുടെ പ്ലാനുകളെല്ലാം പൊളിഞ്ഞു. ആരും അത് മൈൻഡാക്കിയില്ല. അതങ്ങനെ അവർ വാട്സപ്പിലൂടെ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കി, പക്ഷെ അതങ്ങനെ മൈൻഡാക്കാണ്ട് അത് അങ്ങോട്ട് പോയി. പിന്നെ ഇപ്പം ആൾക്കാരൊരു സാധനം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എല്ലാ വീഡിയോസിൻ്റെ അടിയിലും കമൻസ് വരുന്നുണ്ട്, കുണ്ടനാണ്, ഗേ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു സാധനം പിടിച്ച്, അതായത് ഇതാകുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് എന്നെ ഇതാക്കാൻ പറ്റുമല്ലോ. അതായത് ഓൾറെഡി എൻ്റെ സംസാരത്തിലൊക്കെ ചെറിയൊരു സ്ട്രൈനത് ഉണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി അങ്ങനത്തെ ഫീമെയിൽ ക്യാരക്ടേഴ്സാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാകുമ്പോൾ ഒന്നുകൂടെ ആൾക്ക് എളുപ്പമായല്ലോ. അപ്പൊ അതിന് വെച്ചിട്ട് എന്നെ ഗേ ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ക്രിയേറ്റ് ചെയ്തിട്ട് ഏതോ പോൺ ആക്ടേഴ്സിന്റെ ഒക്കെ കൂടെ എൻ്റെ വീഡിയോസും എൻ്റെ ഫേസൊക്കെ വെച്ച് മോർഫ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട്, കണ്ടോ ഇതിൽ കറക്റ്റ് മാലയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഞാനാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് മാലയൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. എന്താ അവരോടൊക്കെ ഞാൻ പറയാം? അതായത് എങ്ങനെയെങ്കിലും എന്നെ ഡീഫെയിം ചെയ്യണം, എങ്ങനെയെങ്കിലും എന്നെ തളർത്തണം, ഞാൻ വീഡിയോ ചെയ്യൽ നിർത്തണം എന്നാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇതിലൊന്നിലും ഞാൻ തളരൂല. ഞാൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. ഐ ഡു ബിലീവ് ഇൻ ലോ. ഞാൻ കറക്റ്റായിട്ട് എല്ലാ എവിഡൻസും വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നിൽ ആരാന്ന് എനിക്ക് എന്തായാലും അറിയണം. അഖിൽ ഷായുടെ വിഷയത്തിൽ പാവം പറഞ്ഞ പോലെ മതപരമായിട്ടുള്ള കുറേ പരാമർശങ്ങൾ നടത്തുന്ന സമയത്ത് എസ്പെഷ്യലി ഈ മുസ്ലിം മതത്തിന് എതിരെ സംസാരിച്ചാലോ അതിലെ നിയമങ്ങൾക്കെതിരെ സംസാരിച്ചാലോ ആദ്യം വരാൻ പോകുന്ന വള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലുള്ള ആളുകളിൽ നിന്നല്ല വരുന്നത്. എബ്രോഡ് കുറേ ടീംസ് ഇരിക്കുന്നുണ്ട്. ഓക്കെ, അവന്മാർ വളരെ സീനാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ മതപരമായിട്ടുള്ളൊരു വിമർശനം നടത്തിയാൽ ഇവർ ഭയങ്കര ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി നമുക്ക് കമൻ്റ് ഇടുക. അതിൻ്റെ ഒരു എക്സ്ട്രീം ഫേസ് ആട്ടോ അപ്പോൾ ഈ അഖിൽ ഷാ പോലുള്ള ആളുകൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ജന്തർ മന്തർ വിഷയത്തിനകത്ത് അത് ഇനി എടുത്തു പറയണം. ജന്തർ മന്തർ വിഷയത്തിനകത്ത് സംസാരിച്ചതോ അല്ലെങ്കിൽ അതിൽ ഇതേപോലെ എന്താ പറയുക അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതോ അല്ലെങ്കിൽ ആ വിഷയത്തിൽ കുട്ടികളുടെ കൂടെ ഒപ്പം നിന്ന് സംസാരിച്ചതോ അവിടെ പോയതോ ആയിട്ടുള്ള ആളുകൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ വിഷയം ഇപ്പോൾ ഇതാണ്. കഴിഞ്ഞ ദിവസം ദിയ ചേച്ചീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ദിയ ചേച്ചിയും ഫേസ് ചെയ്യുന്ന സെയിം ഇഷ്യൂ ഇതാ. വാട്സാപ്പിലേക്ക് ഒരു അൺനോൺ നമ്പറിൽ ദിയ ചേച്ചിയുടെ ഇതേപോലെ ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്ത് ദിയ ചേച്ചിക്ക് അയച്ചു കൊടുക്കുക. ദിയാസന ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡായി, ദിയ ചേച്ചി ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡായി. അവരോട് കേസ് കൊടുക്കാൻ പറഞ്ഞാൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ടാവും. എടേ, ഒരു മനുഷ്യനെ വേറൊരു രീതിക്കും തകർക്കാൻ പറ്റില്ല എന്ന് അറിയുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഇവന്മാരെടുക്കുന്ന അടുത്ത അടവ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഫോട്ടോ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് ഒന്നിൽ നമുക്ക് അയക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർ എന്താണെങ്കിലും ഓബിയസ്ലി ഇവർ നോക്കി വെച്ചിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക. ഇങ്ങനത്തെയൊക്കെ തന്തയില്ലാത്ത പരിപാടി കാണിക്കുക. നിങ്ങൾ തിങ്ക് ചെയ്യുക, അതിൻ്റെ ഒരു ഇവന്മാരുടെ ഈ മനസ്സിനകത്തുള്ള വൈരാഗ്യം വിഷം എത്രയാന്നുള്ളത് മനസ്സിലായോ? ഒരാളെ തീർക്കാൻ വേണ്ടി ചെയ്യുന്ന പണിയാണിത്. ഇത് 10 ആൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് തോന്നുകയാണ് ഇവനും ഇവളും അങ്ങനെ നടക്കുന്നവരാ എന്ന് തോന്നി അവർക്ക് അത് മതി. ആ ഒരുത്തൻ ചിലപ്പോൾ 10 ആളോട് പറയും
അതിൻ്റെ എഗെയിൻ അത് 2 ആക്ക് പിന്നെ എന്നുള്ളൊരു തോന്നൽ വന്നാൽ മതി. അങ്ങനെ 1 2 ആവും, 2 10 ആവും. ഇതിങ്ങനെ ഇവർക്ക് അത് മതി. നമുക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ അറിയാവുന്ന ഇഷ്ടപ്പെടുന്ന ആളുകളാകുമ്പോൾ ഇതൊന്നും സീനില്ല. ജസ്റ്റ് നമ്മളറിയാം, കാഷ്വലി സംസാരിക്കാറുണ്ട്. അങ്ങനത്തെ റിലേഷനിലുള്ളവർ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനത്തെ സാധനങ്ങളിൽ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റഡ് ആവും. ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഓൾഡർ ജനറേഷൻ ചിലപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അവർ ഓ എന്ന് തോന്നും അവർക്ക്. ഇതൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള പരിപാടികൾ ഉണ്ടാക്കിയിട്ടാണ് വിട്ടുകൊടുക്കുക. ഇപ്പോൾ ഈ അഖിൽ ഷായുടെ കേസിൽ മതം പറയുന്നത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എബ്രോഡ് ഒരു ടീമുണ്ട്, ഒരു സൈബർ വിങ് ഉണ്ട് ഈ മതത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിൽക്കുന്നത്. മനസ്സിലായോ? എസ്പെഷ്യലി മുസ്ലിം മതത്തിനെ കുറിച്ച് പറഞ്ഞാൽ അവർക്കൊരു പ്രൊട്ടക്ഷൻ കവർ എന്നുള്ള രീതിക്ക് ഈ ഡാമേജ് കൺട്രോൾ എന്നൊക്കെ പറഞ്ഞ പോലെ എബ്രോഡ് ഒരു വിങ് ഉണ്ട് ഇവർക്ക്. ആ ഒരു കൂട്ടം സൈബർ വെട്ടുകിളികളുണ്ട്. അവരുടെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര. അവരിങ്ങനെ അറ്റാക്ക് ചെയ്യുക, അവർ മതത്തിനെ ഡിഫെൻഡ് ചെയ്യാനും മതപരമായിട്ട് ആരെങ്കിലും ക്രിറ്റിസിസം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഡിഫെൻഡ് ചെയ്യാനും ഇരിക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ ആ മതത്തിൽ തന്നെ എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞോ ആ സാധനം തന്നെ ഇവരെന്ത് ചെയ്യും, വേറൊരുത്തിനെ ഉപദ്രവിക്കുക. അതും ഇങ്ങനെ ഉപദ്രവിക്കുക, ഫോട്ടോ വീഡിയോ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അത് പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി പ്രചരിപ്പിക്കുക, വൃത്തികേടുകൾ വിളിച്ചുണ്ടാക്കി പറയുക. അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ചെയ്തിട്ട് ഈ തന്തയില്ലായ്മ ചെയ്യും, എന്നിട്ട് മതത്തിനെ ഡിഫെൻഡ് ചെയ്യാൻ നടക്കും. എങ്ങനെയുണ്ട്? അങ്ങനത്തെ കുറേ വേട്ടാവളിയന്മാർ. ഇനി കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ സാധനങ്ങൾ വളരെ കൃത്യമായി എടുത്തിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ഈ വിഷയങ്ങൾ ഉണ്ടാവുന്നു, ഏത് രീതിയിൽ ഇത് സൈബർ സ്പേസിൽ ഒരു എന്താ പറയുക സേഫ് അല്ലാത്തൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ അവർ തന്നെ സീരിയസ് പരമ്പരയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങേയറ്റം മനസാക്ഷി മരവിക്കുന്ന തരത്തിൽ സ്ത്രീകളെ വെറും ശരീരങ്ങൾ മാത്രമായി കണ്ട് പ്രവർത്തിക്കുന്ന 100 കണക്കിന് ഡീപ് ഫേക്ക് ബോട്ടുകളും ഗ്രൂപ്പുകളുമുണ്ട് ടെലിഗ്രാമിനുള്ളിൽ. ചിത്രങ്ങൾ നഗ്ന ചിത്രങ്ങളാക്കുന്ന ടെലിഗ്രാമിലെ ഒരു ഡീപ് ഫേക്ക് ബോട്ടാണിത്. ഏകദേശം 23,990 അംഗങ്ങളുണ്ട്. ഇതുപോലെ അനേകായിരം ബോട്ടുകൾ വേറെയുമുണ്ട്. ഒപ്പം ഗ്രൂപ്പുകളും ഇൻഡിവിജ്വലായി തുടങ്ങുന്ന ഐഡികളുമുണ്ട് ടെലിഗ്രാമിൽ. നേരത്തെ ചിത്രങ്ങൾ മാത്രമാണ് പ്രചരിപ്പിച്ചിരുന്നതെങ്കിൽ ഇന്ന് ഡീപ് ഫേക്കിന്റെ സഹായത്തോടെ ചിത്രങ്ങൾ നഗ്നമാക്കിയും വികൃതമാക്കിയും വിൽപ്പനയ്ക്ക് വച്ചിരിക്കുകയാണ്. അമ്മയോ സഹോദരിയോ ഭാര്യയോ സുഹൃത്തോ സഹപാഠിയോ വഴിയിലൂടെ നടന്നു പോകുന്ന ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുന്ന സ്ത്രീകളോ ആരുമായിക്കോട്ടെ, ഇവർ അറിഞ്ഞും അറിയാതെയും ചുറ്റുമുള്ളവർ പകർത്തുന്നതും സമൂഹ മാധ്യമ പേജുകളിൽ നിന്ന് ചോർത്തുന്നതുമായ ചിത്രങ്ങളും ദൃശ്യങ്ങളുമാണ് വിൽപ്പനച്ചരക്കാവുന്നത്. ഇതിന് പുറമെയാണ് ഭയാനകമായ ഗ്രൂപ്പുകൾ. അമ്മ എന്ന പേരിൽ 4000-ഓളം അംഗങ്ങളുള്ള ഗ്രൂപ്പിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അമ്മമാരുടെയും അതേ പ്രായത്തിലുള്ള സ്ത്രീകളുടെയും വികൃതവും വികലവുമായ ചിത്രങ്ങൾ. പലരും വീടിനുള്ളിലെ സ്വകാര്യതയിൽ നിന്ന് കൂടപ്പിറപ്പുകൾ തന്നെ ചിത്രീകരിച്ചത്. കാൻഡിഡ് എന്ന മറ്റൊരു ഗ്രൂപ്പ്. വഴിയിലൂടെ പോകുന്ന, കടയിൽ കാണുന്ന, ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ ചിത്രങ്ങൾ അവരറിയാതെ പല കോണുകളിൽ നിന്ന് പകർത്തി വികൃതമാക്കി പ്രചരിപ്പിക്കുന്നവരുടെ കൂട്ടം. ഇതിനൊക്കെ പുറമെ സ്ത്രീകളുടെ ശരീരഭാഗങ്ങൾക്കും സ്വകാര്യ ഭാഗങ്ങൾക്കും മാത്രമായി പ്രത്യേകം ഗ്രൂപ്പുകൾ വേറെയും. വ്യാജ പേരുകളിൽ വ്യക്തികൾ തുടങ്ങുന്ന ടെലഗ്രാം ഗ്രൂപ്പുകളും ഒന്നിലേറെ പേർ സംഘമായി തുറക്കുന്ന ഗ്രൂപ്പുകളുമുണ്ട്. പല അക്കൗണ്ടുകളിൽ നിന്നായി ചിത്രങ്ങൾ വന്നു നിറയുമ്പോൾ അത് ശേഖരിച്ച് ഫോൾഡറിലാക്കി ആ ഫോൾഡറുകൾ ഒന്നാകെ വിൽപ്പനയ്ക്ക് വെക്കുന്നതാണ് ഇവരുടെ രീതി. ഒറ്റ പേജിൽ മാത്രം കണ്ടത് 736 ഫോട്ടോസും 266 വീഡിയോസും. നമ്മൾ വേറെ ഏതോ ലോകത്തെത്തിയത് പോലെ ആയിരിക്കും. സ്വന്തം വീട്ടിലത്തെ അമ്മയുടെയും ചേച്ചിയുടെയും ഫോട്ടോസ് വരെ അപ്ലോഡ് ആവുന്ന ടെലഗ്രാം പേജുകൾ ഇന്ന് കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാൽ വേണ്ടപ്പെട്ട ഒരാൾക്ക് വന്നപ്പോഴാണ് അതിന്റെ വിഷമം ശരിക്കും പറഞ്ഞ് മനസ്സിലായത്. എന്റെ കുഞ്ഞിനെയും എന്റെ വൈഫിനെയും കൊന്നു കളയുമെന്ന് പറഞ്ഞിട്ട് ഒരു ത്രെട്ട് വന്നായിരുന്നു. ഭയങ്കര ധൈര്യത്തിൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിൽ എല്ലാവർക്കും ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ഇഷ്യൂ ആണ്. 15 വയസ്സിൽ താഴെയുള്ള പിള്ളേരാണ് ഇതൊക്കെ വിൽക്കാനും ഇതിൽ കൂടെ പൈസ ഉണ്ടാക്കാനും നടക്കുന്നത്. കണ്ടല്ലോ, ഇതൊരു ഏഷ്യാനെറ്റിൽ മാത്രം നിർത്തിയിട്ടോ അല്ലെങ്കിൽ നിന്ന് പോയിട്ടോ നിൽക്കരുത്. കാരണം ഏഷ്യാനെറ്റിനെ പോലുള്ളൊരു ചാനൽ ഇതെടുത്ത് ചെയ്യുമ്പോൾ കോടിക്കണക്കിന് ആളുകൾ അത് കാണും, അല്ലെങ്കിൽ കാണണം, ലക്ഷക്കണക്കിന് ആളുകൾ കാണണം. കാരണം ഇത് എല്ലാവർക്കും ഒരു അവയർനെസ് വരണമല്ലോ. നമ്മളെ ചുറ്റും എന്ത് സംഭവിക്കുന്നു, നമ്മളറിയാതെ നമ്മളെ ആരൊക്കെ വിൽക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയണം. അല്ലെങ്കിൽ അതിൽ നിയമപരമായിട്ടുള്ളൊരു ഒരു തീരുമാനം വരുന്നത് വരെ ദയവ് ചെയ്തിട്ട് ഇവിടുത്തെ ന്യൂസ് ചാനലുകൾ ഇത് കുറച്ച് സീരിയസ് ആയിട്ട് ടേക്കപ്പ് ചെയ്യണം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഇതിലൊരു 10 വീഡിയോ ഇടുന്ന ഒരു സെലിബ്രിറ്റി മുഖങ്ങൾ മാത്രമല്ല ഇവിടെ ഈ ഒരു പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരായ അവനവൻ്റെ പേഴ്സണൽ യൂസിനോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ഫ്രണ്ട് സർക്കിളിനോ വേണ്ടി മാത്രം ഫോട്ടോസോ സ്റ്റോറീസോ ഇടുന്നവർക്കടക്കം ഇതുപോലുള്ള വിഷയങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരികയാണേ. ജസ്റ്റ് ഒരു ഫോട്ടോ കിട്ടിയാൽ മതി, ഒന്നുമില്ല. ഒരു പ്രൈവറ്റ് അക്കൗണ്ടിൽ ഒരു DP ആയിട്ടൊരു ഒരു ഫോട്ടോ ഇട്ടാലടക്കം അതുവരെ സൂം ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ട് അതെടുത്ത് വേറെ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഉണ്ടാക്കും ഇവർ.
എന്നിട്ട് അത് വെച്ചിട്ട് ഇവർ ബാർഗെയിൻ ചെയ്യും. കാരണം ഞാൻ മാത്രമല്ല, അവരുടെ ലിസ്റ്റിൽ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് കൂടുതൽ ഹെയ്റ്റ് വരുന്നതുകൊണ്ട് അവർ എന്റെ സ്പ്രെഡ് ചെയ്യാൻ മാക്സിമം നോക്കുന്നു. നാളെ വേറൊരാളെ എയറിലാകുമ്പോൾ അവരുടെ സാധനങ്ങളും ഇതുപോലെ അവരിറക്കും. നിങ്ങൾ നോക്കിക്കോ, മുളയിലെ നമുക്ക് ഇങ്ങനത്തെ ആൾക്കാരെ നുള്ളണം. ഇപ്പൊ ഞാനും കണ്ടു കുറെ വിദ്യാർത്ഥികളുടെ അതേപോലെ മോർഫ് ഫോട്ടോസും കാര്യങ്ങളെല്ലാം ലീക്ക് ആക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പയ്യനെ അവിടെ പിടിച്ചു, MBBS പഠിക്കുന്നതോ പയ്യനെ പിടിച്ചു. ഇതേപോലെ കുറെ ആൾക്കാരുണ്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ. നമ്മൾ എന്ത് വിശ്വസിച്ചാൽ നമ്മുടെ ഉമ്മാടെയും പെങ്ങന്മാരെയും നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഫോട്ടോ നമ്മൾ എന്ത് വിശ്വസിച്ചിടുക? നാളെ അവരുടെ ഇതുപോലെ വന്നാലോ? കേരള പോലീസും സൈബർ പോലീസും ഇത് ഗൗരവമുള്ള ഒരു കേസായിട്ട് തന്നെ കാണുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അത് ഒരാളുടെ ലൈഫ് വെച്ചിട്ടാണ് ഇവർ ഈ കളിയൊക്കെ കളിക്കുന്നത്. എന്നിട്ട് ഞാൻ ഈ ഒറിജിനൽ വീഡിയോ എല്ലാം ആളെ അതേപോലെ ഞാൻ തപ്പി കണ്ടുപിടിച്ച്, ആരാ എന്താന്ന് എനിക്ക് അറിയണമല്ലോ. അപ്പൊ കുറെ ആൾക്കാരെ വഴി ഞാൻ തപ്പി കണ്ടുപിടിച്ചിട്ട് ആൾക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ ഇൻസ്റ്റയിൽ നോക്കിയപ്പോൾ മൂപ്പർ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയച്ച സാധനമാണിത്. അതായത് പുള്ളിയോട് ഞാൻ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു, അതായത് ഒരു സംഭവം ഉണ്ടായി, നിങ്ങളുടെ വീഡിയോയിലുള്ളത് ഞാനാന്ന് പറയുന്നു. അങ്ങനെ പുള്ളി തന്നെ പറയുന്നുണ്ട് അത് പുള്ളിയുടെ വേറെ ഏതോ ഒരു ഫ്രണ്ടാന്നൊക്കെയുള്ള രീതിയിൽ. അതായത് ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും അത് ഞാനാണെന്ന് വരുത്തി തീർക്കണം. എങ്ങനെ അവർ പ്രൂവ് ചെയ്യും? അതായത് അതിൽ മുഖം കാണുന്നില്ല, പയ്യന്റെ മുഖം കാണുന്നില്ല, ഒന്നും കാണുന്നില്ല, പക്ഷെ ഞാനാണത് പ്രൂവ് ചെയ്തേ പറ്റുള്ളൂ. അതായത് എന്തോ ഒരു വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെയാണത് പറഞ്ഞുണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ചാറ്റ് ചെയ്യുന്ന അതായത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരാൾക്ക് അയച്ചു കൊടുത്ത പോലെ അങ്ങനെയൊക്കെ വെച്ച് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിക്കണം. പിന്നെ വേറൊരു വീഡിയോയിൽ ഞാൻ ഇതേപോലെ ഇങ്ങനെ ഫോൺ പിടിച്ചിട്ട് എന്റെ കേവ് ചെയ്യുന്ന ഒരു സാധനം അവരുണ്ടാക്കിയിട്ടുണ്ട്. പൊതുവെ ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടും. ഞാൻ അധികം കുപ്പായ ഇടാറില്ല. കുപ്പായ സ്റ്റോറിയിൽ മാത്രമല്ല, റീൽസിൽ പോലും ഇടയ്ക്ക് ഞാൻ കുപ്പായ ഇടാണ്ട് ഞാൻ ചെയ്യാറുണ്ട് വീഡിയോസ്. അപ്പൊ ആ സാധനത്തിനെയാണ് അവർ എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ ആക്കിയിരിക്കുന്നത്. അതായത് ഞാൻ ഒരാൾക്ക് വീഡിയോ കോൾ ചെയ്യുന്ന പോലെയാണ് ഓല അത് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. നോർമലി നമ്മൾ ഒരാൾക്ക് ഇങ്ങനെ വിളിച്ച് ആരെങ്കിലും വീഡിയോ കോൾ ചെയ്യോ? ഇങ്ങനെയല്ല നമ്മൾ സാധാരണ വീഡിയോ കോൾ ചെയ്യുക. ഇങ്ങോട്ട് മറ്റേ ഞാൻ എന്തോ സിനിമ ക്യൂസ് എന്തോ സ്റ്റോറി ഇട്ടപ്പോൾ അതെടുത്ത് ചെയ്തതാന്ന് തോന്നുന്നു. അതിന്റെ മുഖം പോലും കറക്റ്റ് വ്യക്തമല്ല. അങ്ങനത്തെ ഒരു വീഡിയോ ആണ് പോലും അങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ എന്റെ കയ്യിലുള്ള 2 ഫോണും ഐഫോണാ. എന്നിട്ട് എന്താ വീഡിയോസിനും ഫോട്ടോസിനും ഒന്നും ക്ലാരിറ്റി ഇല്ലാതെ? അതായത് ഞാനിപ്പോ ഒരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ എന്തായാലും നല്ല ക്ലാരിറ്റി തന്നെയല്ലേ അയച്ചു കൊടുക്കുള്ളൂ. പക്ഷെ ഇവരുടെ കയ്യിലുള്ള സാധനത്തിനൊന്നും തീരെ ക്ലാരിറ്റി ഇല്ല. എന്തായിരിക്കും കാരണം? ഇത് എഡിറ്റ് ചെയ്ത് ഇങ്ങനെ പ്രോസസ് ചെയ്ത് വരുമ്പോൾ അതിന്റെ ക്ലാരിറ്റി കുറയും. എന്നിട്ട് അവരിങ്ങനെ മറ്റുള്ള ആൾക്കാർക്ക് ഫോർവേഡ് ചെയ്യല്ലേ. അപ്പൊ എന്തായാലും അതിന് ക്ലാരിറ്റി കുറയും. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അഖിൽ ഷാ വളരെ കാഷ്വലായിട്ട് എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നു എന്നുള്ള പോലെ ചെയ്തതാണെങ്കിൽ പോലും അഖിൽ ഷാക്ക് എത്ര എഫേർട്ട് ഇതിൽ പോയി എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതായത് ഇത് ആളുകളിലേക്ക് എത്തി, ആളുകളോട് പറഞ്ഞ് എത്ര കോണ്ടന്റുകൾ, എത്ര സ്റ്റോറി അപ്ലോഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയായി. അപ്പോൾ ഒരു സാധാരണ ഇതിപ്പോൾ അഖിൽ ഷാ എന്നല്ല, ഏതൊരു സോഷ്യൽ മീഡിയ ഫേസിൻ്റെ വന്നാലും ഒരു പരിധി വരെ ആളുകൾ ഇതെന്ത് ചെയ്യില്ല, അത് ഏതോ ഫേക്കാണ് എന്നുള്ള രീതിക്ക് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ചെറുതായിട്ടെങ്കിലും ഇവിടെ ഒരു അവയർനെസ് നമ്മളൊക്കെ സംസാരിച്ചത് കൊണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. വലുതായിട്ടില്ലെങ്കിലും ചെറുതായിട്ടുണ്ട്. പക്ഷെ ഒരു സാധാരണക്കാരിക്കോ അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലേ. ഭയങ്കര സീനാണ്. മനസ്സിലായില്ല? അവർ ഭയങ്കരമായിട്ട് ഇല്ലാതായി പോവും. നമുക്ക് വീണ്ടും ക്രിറ്റിസിസം ഫേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടോ സോഷ്യൽ മീഡിയയിൽ ഉള്ളത് കൊണ്ട് 4 ആളോട് വന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്യാനുള്ളൊരു സ്പേസ് എങ്കിലും ഉണ്ട്. ഒരു സാധാരണക്കാരിക്കോ അതില്ല. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരും സേഫ് അല്ല ഈ വിഷയത്തിൽ. അന്ന് കൃത്യമായി വീഡിയോസ് ഇട്ട് ട്രാക്ക് ചെയ്ത് സിസ്റ്റം പോലും ഹെൽപ്പ് ചെയ്യാത്ത, ഇവിടുത്തെ സൈബർ സിസ്റ്റം പോലും ഹെൽപ്പ് ചെയ്യാത്ത സമയത്ത് ഇതിനുവേണ്ടി സംസാരിച്ചൊരു വ്യക്തിയാണ് നമ്മുടെ ഈഗിളും. ഈ പറഞ്ഞ പോലെ ഏഷ്യാനെറ്റിൻ്റെ കഴിഞ്ഞ ദിവസമുള്ള ഇതിനെക്കുറിച്ചുള്ള അവരുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വന്നിരുന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എഗെയിൻ ഞാൻ ആ വീഡിയോസ് ഇവിടെ വയ്ക്കാം. കാരണം എന്താ പറയുക, ഇതിൻ്റെ അവയർനെസ്സിൻ്റെ ഭാഗമായിട്ട് ഈഗിൾ അടക്കമുള്ളവർ സംസാരിച്ചതും അവർ കണ്ടതും അവർ പൊതുജനങ്ങളെ അറിയിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും സർക്കുലേറ്റ് ചെയ്യണം. അറിയണം നാട്ടുകാർ ആരും സേഫ് അല്ല എന്നുള്ളത്. ഇതൊക്കെ ബിഗിനർ ലെവലിനെ ഞാൻ പറയത്തുള്ളേ. ആൻഡ് നമ്മൾ നമ്പർ 2ലേക്ക് പോവാം. നമ്പർ 2 ട്രിബ്യൂട്ട്. ഇതൊക്കെ ഇവരുടെ കോഡ് ലാംഗ്വേജസ് ആണ് ഇതൊക്കെ. ട്രിബ്യൂട്ട് ഇതെന്താന്ന് പറയട്ടെ. ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഐപാഡ് എടുത്ത് വെക്കും. ആ ഐപാഡിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ആളുടെ ഫോട്ടോ ഓപ്പൺ ചെയ്ത് വെക്കും. എന്നിട്ട് അതിന്റെ പുറത്ത് മാസ്റ്റുബേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് തരും. അതും 4-5 വീഡിയോസ്. ഈ വീഡിയോസ് കാശ് കൊടുത്ത് മേടിക്കാൻ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. ജസ്റ്റ് ഇമാജിൻ എന്തോരം സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും ഇവനൊക്കെ എന്ന്. ജസ്റ്റ് ഇമാജിൻ. ആൻഡ് ഇത് കുറച്ചും കൂടി കേട്ടിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്പർ 3 ഗ്രൂപ്പിന്റെ പേര് അമ്മ. ഗ്രൂപ്പിന്റെ പേര് അമ്മയാണ്. മെമ്പേഴ്സ് എനിക്ക് തോന്നുന്നു 2-3 ഗ്രൂപ്പിലായിട്ട് ഒരു 4000-ൽ മുകളിൽ മെമ്പേഴ്സ് ഉണ്ട്. ഗ്രൂപ്പിന്റെ പേര് അമ്മ എന്ന് കേൾക്കുമ്പം അതൊരു നല്ല ഗ്രൂപ്പ് അല്ല.
നമ്മുടെ അമ്മയുടെ പ്രായമുള്ളവരുണ്ടല്ലോ, വീട്ടില് നമ്മള് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ കൂടെ ആയിരിക്കും നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അച്ഛൻ, അമ്മ, മോൻ അവരുടെയൊക്കെ കൂടെ ആയിരിക്കുമല്ലോ ജീവിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഡ്രസ്സിങ്ങിലാണെങ്കിലും അവരങ്ങനെ വലുതായിട്ട് ഷോളൊന്നും ഉപയോഗിച്ചായിരിക്കത്തില്ല കിച്ചണിലൊക്കെ നിൽക്കുന്നത്, അല്ലെങ്കിൽ വീടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോണത്. സോ നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന അമ്മമാരില്ലേ, ഈ അമ്മമാരുടെ വീഡിയോസ് വളരെ ചായ കൊടുക്കാൻ വരുന്നതും ഫുഡ് തരാൻ വരുന്നതും കിച്ചണിൽ കുക്ക് ചെയ്യുന്നതും ഒക്കെ എടുത്തു വെച്ചിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടിക്കുലർ ഗ്രൂപ്പാണ് അമ്മയെന്ന് പറയുന്ന ഗ്രൂപ്പ്. ഈ അമ്മയ്ക്കകത്ത് ഇത് എടുത്തിടുന്ന ആരാണെന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മനസ്സിലാവും. വീട്ടിലുള്ള ഏതെങ്കിലും ഒരുത്തൻ, സ്വന്തം വീട്ടിലുള്ള ഏതെങ്കിലും ഒരുത്തനായിരിക്കും ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിന്റെ പ്രൂഫും ഞാൻ ഈ വീഡിയോക്കകത്ത് തന്നെ നിങ്ങളെ കാണിക്കുന്നുണ്ട്, അത് കണ്ടു നോക്കണം. സോ ഇതൊക്കെ കുറച്ച് എക്സ്ട്രീം വൾഗാരിറ്റിയിലോട്ട് പൊക്കോണ്ടിരിക്കുക. ഇത് നമ്മുടെ സൊസൈറ്റി അറിയേണ്ട സമയമായി. ആൻഡ് നമ്പർ ഫോർ ഈസ് കാൻഡിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വഴി കൂടെ നടന്നു പോണത്, നിങ്ങൾ ബസ്സിലിരിക്കുന്നത്, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നത്, വീട്ടിലോ ഫ്രണ്ട്സിന്റെ കൂടെയോ സർക്കിളിലോ എവിടെ നിൽക്കുന്നതും ആ ഫോട്ടോ അതൊരു സെക്ഷൽ രീതിയിൽ കൺവേർട്ട് ചെയ്ത് ഈ ഗ്രൂപ്പിൽ കൊണ്ടുവന്നിടും. അന്നേരം വാവ് അവളുടെ അത് കണ്ടോടാ, അവളുടെ ഇത് കണ്ടോടാ എന്ന് പറഞ്ഞിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കൂട്ടം സൈക്കോസ്. ഈ 4 കാറ്റഗറി എനിക്ക് നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് വന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഈ 4 കാറ്റഗറി എന്ന് പറയണത്, ഈ 4 കാറ്റഗറിയിൽ ഞാൻ ആലോചിക്കുകയാണ് എങ്ങനെയാണ് ആൾക്കാർക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റണത്. ഇപ്പോൾ ഈഗിളിന്റെ ഫാമിലിക്ക് ഇതേപോലത്തെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യേണ്ടി വന്നപ്പോൾ ഇറങ്ങി തിരിച്ച് ഇതിന്റെ പിന്നാലെ പോയി കണ്ടുപിടിച്ച് അതിന് നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ പോയൊരു വ്യക്തിയാണ് ഈഗിള്. നമ്മളാരും ഇത് നമ്മളെ കുടുംബത്തിൽ നടന്നില്ലല്ലോ, നമ്മളതല്ലല്ലോ, നമ്മളുടെ ആരുതും അല്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ മിണ്ടാതിരിക്കരുത്. ഓക്കെ, നമ്മളെ ഫ്രണ്ട്സിൻ്റെതാ ഇതേപോലെ ഞാൻ ഇപ്പം എന്താ ചെയ്യാററിയോ, എന്നോട് പലരും ഇങ്ങനെ വന്ന് പറയാറുണ്ട്, ചേട്ടാ എനിക്കിങ്ങനെ ഒരു സാധനം ഒരാൾ അയച്ചു തന്നു, ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് പറയൽ കേസ് കൊടുക്കുക. അങ്ങനെ കേസുകൾ ഇങ്ങനെ ചെല്ലണം, ഇവിടുത്തെ സൈബർ ഡോമിലേക്ക് കേസുകൾ ഇങ്ങനെ ചെല്ലണം. ഇതേപോലത്തെ വിഷയങ്ങളിൽ ആരും മിണ്ടാതിരിക്കരുത്, അല്ലെങ്കിൽ മടി വിചാരിക്കരുത്. ഇത് നിങ്ങളതല്ല, മനസ്സിലായോ? നാളെ ഇതേപോലെ തലമാറ്റി ഒട്ടിച്ചൊരു സാധനം എൻ്റെത് വന്നത് എൻ്റെതല്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ നേരെ ഞാൻ കേസായിട്ട് തന്നെ പോകണം. ഈ കേസുകൾ അവിടെ ചെല്ലുമ്പോഴാണ് ഇവർക്ക് ഒന്നും കൂടി എന്താ പറയുക, പോലീസ് സിസ്റ്റത്തിന് ഉണരൂ രതീഷ് എന്ന് പറഞ്ഞാൽ അതിലൊരു എനർജി കിട്ടുക. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ മീഡിയാസിനോടൊക്കെ ഇത് സ്പ്രെഡ് ചെയ്യാൻ പറഞ്ഞതും ആളുകളോട് ഈ കോണ്ടന്റുകൾ എന്നെപ്പോലെ കോണ്ടന്റുകൾ ചെയ്യുന്നവരോട് കൂടുതൽ ഈ വിഷയത്തിൽ സംസാരിക്കാനും പറയുന്നത് എന്താ അറിയോ, 10 സ്ഥലങ്ങളിൽ ഇത് ഡിസ്കഷനിലായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ ഒരു ഷോ ഓഫ് കാണിക്കുന്ന പരിപാടി ഓൾറെഡി ഉണ്ട്. ആ വിഷയങ്ങൾ ഒന്നും കൂടി എന്താവും, ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് വരും. 10 ആൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, 10 ആൾക്ക് ഇതിനെക്കുറിച്ച് അറിയാം. അപ്പം എന്ത് ചെയ്യാം, നമുക്കിതൊന്നും ഒരു സീരിയസ് ആയിട്ട് ഇഷ്യൂ ആയിട്ട് എടുക്കാം. സിസ്റ്റത്തിനകത്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നാട്ടിലെ ആളുകൾ ഇങ്ങനത്തെ സാധനം ഫേസ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ അധികാരികളുടെ കണ്ണൊക്കെ ഒന്ന് തുറക്കും. അതിനുവേണ്ടി നമ്മളിങ്ങനെ ചെയ്യണം. ഞാനൊക്കെ ഉണ്ടല്ലോ, എനിക്കൊന്ന് 2020-2021 ആ ഒരു സമയത്താണ് 16 പെൺകുട്ടികളും കുട്ടികളും പ്രായപൂർത്തിയാവാത്ത കുട്ടികളടക്കം അടങ്ങുന്ന ആൾക്കാരുടെ, സെലിബ്രിറ്റീസ് ആവട്ടെ, കേസ് കൊടുത്ത ആൾക്കാർ 16 ആൾക്കാരേ ഉള്ളൂ. ആ ഒരു സൈറ്റിലുണ്ടല്ലോ എല്ലാ ആക്ട്രസിൻ്റെതും ഉണ്ട്, ഏകദേശം എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെതും മോർഫ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് വരുന്നുണ്ട്. മോർഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അല്ല, വളരെ മോശമായിട്ടെന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടാണ് മോർഫ് ചെയ്തിട്ട് അതിനകത്ത് ഇടുന്നത്. അതിന്റെ താഴത്ത് വന്നിട്ടുള്ള കമന്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾ ഞെട്ടിപ്പോവും. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടാവില്ലേ, ചെറിയ കുട്ടികൾ, ഒരു 5 വയസ്സോ 6 വയസ്സോ ഒക്കെയുള്ള കുട്ടികൾ നമ്മൾ കാണാറില്ലേ, ആ കുട്ടികളുടെ ഫോട്ടോ കമന്റ് സെക്ഷനിൽ ഇട്ടിട്ട് അടുത്തത് ഈ കുട്ടീനെ, നിങ്ങൾ ആലോചിക്കണം, പ്രായപൂർത്തി പോലും ആവാത്ത കുഞ്ഞു മക്കളുടെ ഫോട്ടോ ഇട്ടിട്ട് അടുത്തത് ഇതിനെ മോർഫ് ചെയ്തിടണം എന്ന് പറയുന്ന ആൾക്കാരടക്കം ആ ഒരു സൈറ്റിൽ കയറി കമന്റ് ഇടുന്നുണ്ടായിരുന്നു. അത്രക്കും ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ഈ മോർഫ് ചെയ്തിട്ട് ഫോട്ടോസ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളത്. ഞാൻ നിങ്ങളോട് ഈ സംസാരിക്കുന്ന ഈ നിമിഷം വരെ, ഇപ്പൊ സമയം ഏകദേശം 12 മണി, എത്ര മണിക്ക് ഞാൻ പോസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല, ഉച്ചയ്ക്ക് 12 മണി വരെ യാതൊരു രീതിയിലുള്ള നീതിയോ കാര്യങ്ങളോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ബാക്കിയുള്ള എല്ലാവരും 16-15 ആൾക്കാരും കേസ് ഡ്രോപ്പ് ചെയ്ത് പോയി. കാരണം ഇതിന്റെ പിന്നാലെ നടക്കാൻ പറ്റില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാൻ അതിൽ നിന്നിട്ടില്ല. ഞാൻ ഇപ്പോഴും അതിന്റെ പിന്നാലെ പോകുന്നുണ്ട്. കേസിന് എപ്പോ വിളിച്ചു കഴിഞ്ഞാലും ഞാനിനി എന്ത് തിരക്കിലാണെന്നുണ്ടെങ്കിലും എപ്പോഴാണോ കേസ് ഞാൻ കോടതിയിൽ പോവാറുണ്ട്, കാര്യങ്ങൾ പറയാറുണ്ട്, എന്റെ അഡ്വക്കേറ്റുമായിട്ട് സംസാരിക്കാറുണ്ട്. ഒരു രീതിയിലുള്ള ആക്ഷനും എടുത്തിട്ടില്ല. അവർ പറഞ്ഞത് ആ ഒരു സൈറ്റ് കൈകാര്യം ചെയ്യുന്നത് അന്റാർട്ടിക്കയുടെ, അമേരിക്കയുടെ അപ്പുറത്തെ കൺട്രി കുത്തിരിക്കുന്ന ഒരാളാണ്. അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, ആനയാണ്, ചേനയാണ്, ചെരങ്ങയാണെന്നൊക്കെ ഒക്കെയാണ് പറയുന്നത്. നിങ്ങൾ പോസ്റ്റ് ഇടണ്ട. ഇപ്പൊ ഈ കുട്ടികൾ പറഞ്ഞല്ലോ, പോലീസുകാർ ആദ്യം കേസ് എടുക്കാൻ തയ്യാറായിരുന്നില്ല, അല്ലെങ്കിൽ പരാതിക്കാരായിട്ടുള്ള ഞങ്ങളെ ഒരുപാട് സമയം ഇരുത്തി
ഇത് ആദ്യത്തെ സംഭവമല്ല. നമ്മുടെ ഇവിടെ കുറ്റിക്കോല് ആ ഒരു ഭാഗത്ത് ഒരു അനൂപിന്റെ കേസ് ഇതുപോലെ മോർഫ് ചെയ്ത കേസ് വന്ന സമയത്ത് ആ കുട്ടികളും എന്റെ അടുത്ത് പറഞ്ഞ കാര്യം ഇതായിരുന്നു. നമ്മൾ കംപ്ലൈന്റ് കൊടുക്കാൻ പോയപ്പോൾ നമ്മളാണ് കുറ്റക്കാർ എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നിങ്ങൾ എന്തിനാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഫോട്ടോ ഇടുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ എടുത്ത് വെച്ച് കണ്ടാൽ പോയത് നിങ്ങളുടെ ഫോട്ടോ. അങ്ങനെ ഇടുന്നത് കൊണ്ടല്ലേ ആൺപിള്ളറും ആ പെൺപിള്ളറും എടുത്തുകൊണ്ട് പോയിട്ട് മോർഫ് ചെയ്യുന്നതെന്ന്. ഇതിനു മുമ്പ് ഞാൻ ഹെലൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. കാരണം ഹെലൻ്റെ വിഷയത്തിൽ നിയമ നടപടിക്ക് പോയ കൂട്ടത്തിൽ ഞാനും അതിൻ്റെ ഭാഗമായിട്ട് ഇതിന് ഒപ്പം സപ്പോർട്ടായിട്ട് നിന്നൊരു വ്യക്തിയാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, 5-6 വർഷമായിട്ട് തുടരുന്നൊരു ഫൈറ്റാണ് ഹെലൻ്റെ. ഹെലൻ ആ കള്ളു കുടിച്ച് പിടിച്ച കേസിനടക്കം പിടിച്ച സമയത്ത് അതിൽ മാപ്പ് പറഞ്ഞപ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ശരിയാണ്, ഹെലൻ തെറ്റ് ചെയ്തു, ഹെലനെ പിടിച്ചു, ഹെലൻ ഇനി ആവർത്തിക്കാതിരിക്കുക, അതിന് മാപ്പ് പറഞ്ഞു. പക്ഷേ ഹെലൻ അടക്കം അനുഭവിച്ച, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ നിയമ നടപടിക്ക് പോയിട്ടും അത് പബ്ലിക്കിൽ പറഞ്ഞിട്ടും എന്ത് തരം നടപടിയാണ് ഇവിടുത്തെ സിസ്റ്റം ഉണ്ടാക്കി കൊടുത്തത്? എന്ത് തരം നീതിയാണ് ഇവിടെ ഉണ്ടായത്? ഇത് ചോദ്യമല്ലേ? എടാ, ഇത് ആരാണ് സേഫ്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരാളും സേഫ് അല്ല. നമുക്ക് ഒന്നിനെ കുറിച്ചും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയോ? എസ്പെഷ്യലി മതപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി കഴിഞ്ഞാലോ, പൊളിറ്റിക്കലി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ, ഒരാളെ തീർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഈ ടൂളല്ലേ? ഇതല്ലേ ഉപയോഗിക്കുന്നവർ? ഇതേ രീതിയിൽ മോർഫ് ചെയ്തുണ്ടാക്കി, ചാറ്റ് വരെ മോർഫ് ചെയ്തുണ്ടാക്കുന്നു. എല്ലാം ഇതുപോലെ ഉണ്ടാക്കി ഇവരെന്ത് ചെയ്യുന്നു? ക്രിയേറ്റ് ചെയ്ത് അയക്കുന്നു. ഇനി ഈ ഒരു സാധനത്തിന് ഇടയിൽ കൂടി രക്ഷപ്പെട്ടു പോകുന്ന പല വേറെ വിരുദ്ധന്മാരുണ്ട്. കാരണം ഇങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരാളെ തകർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഇറ്റ്സ് എ ഫാക്ട്. പക്ഷെ ഇതിനിടയിൽ കൂടി ഒറിജിനലായിട്ട് തെമ്മാടിത്തരം കാണിച്ച കുറേ ടീംസ് ഉണ്ടാവും. മനസ്സിലായോ? ഒറിജിനലായിട്ട് ഇതിനിടയിൽ കുറേ ഈ പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നവന്മാർ. ഇനി അത് ഞങ്ങളതും ഫേക്കാണ്, എൻ്റെത് ആണ്, ഈ അടുത്ത് കണ്ടതാണ്, അങ്ങനത്തെ കുറേ വേറെ ബെൽറ്റ് ഉണ്ട്. പക്ഷെ പൊതുജനത്തിന് ഇത് കണ്ടാൽ അറിയാം, ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റും ഒരു പരിധി വരെ. സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന മനുഷ്യന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു പരിധി വരെ ഏതാണ് ഫേക്ക്, ഏതാണ് ഒറിജിനൽ എന്നുള്ളത്. ബട്ട് സ്റ്റിൽ ഇത് നമുക്ക് വറീഡാണ്. നമ്മൾ വറി ചെയ്യും. ഇത് ഒരു ദിവസം നിങ്ങൾ ആലോചിച്ചു, ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് എഡിറ്റ് ചെയ്തതാണെങ്കിൽ പോലും നമ്മളത് ഇങ്ങനത്തെ കുറേ ഫോട്ടോ വീഡിയോ കാണാനിടയായി കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടില്ലേ? നമ്മളിഷ്ടമുള്ളവർക്ക് അതൊരു എപ്പോഴെങ്കിലും ഒരു അയ്യോ എന്നുള്ളൊരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ തന്നെ പോയില്ലേ? അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സിസ്റ്റം എന്താണെങ്കിലും ഇതിൽ ഒരു തീരുമാനം ഉണ്ടാക്കും എന്നുള്ളത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലുമൊക്കെ ഇറങ്ങി തിരിക്കണം. ഓക്കെ, ഇനി അഖിൽ ഷായുടെ കേസിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, മതപരമായിട്ട് അഖിൽ ഷായുടെ പല പരാമർശങ്ങളും ഈ മതത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നടക്കുന്നവർക്ക് ട്രിഗറായിട്ടുണ്ട്. അത് അഖിൽ ഷാനെ പറയുന്നുണ്ട്. 2 ദിവസം മുമ്പ് എൻ്റെ പേഴ്സണൽ ചാറ്റ് ഇവർ ലീക്കാക്കി. ഇങ്ങനെ ഇതാണ് ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ട് എൻ്റെ ഒരു അത്രയും പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചാറ്റ് അവർ ലീക്കാക്കി. ഞാൻ സൈബർ സെല്ലിൽ കംപ്ലൈൻറ്റ് കൊടുത്തു, ലീഗലി മൂവ് ചെയ്തു, അവരത് ഡിലീറ്റ് ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ഇൻഫ്ലുവൻസർ അല്ല, ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. അതിലുപരി ഞാനൊരു മനുഷ്യനാണ്. ഇവർക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഞാൻ കാതു കുത്തിയത്, ഞാൻ കുറി തൊടുന്നത്, ഞാൻ അമ്പലത്തിൽ പോകുന്നത്, അതുപോലെ ഞാൻ എൻ്റെ ലൈഫ് എൻജോയ് ചെയ്ത് നടക്കുന്നത്, എൻ്റെ ചില ഒപ്പീനിയൻസ്, എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കുറേ അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഇവർക്ക് കുരു പൊട്ടി ഒലിക്കുന്നു. ഇവർക്ക് ഞാൻ എങ്ങനെ വേണമെന്ന് വെച്ചാൽ ഞാനൊരു വിർജിനായ സ്ത്രീയെ കല്യാണം കഴിക്കണം, അതായത് പതിവ്രതയായ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കണം. ചിലപ്പോൾ പെണ്ണാണാൻ പോകുമ്പോൾ ചോദിക്കാൻ പറ്റുമായിരിക്കും, നീ വിർജിനാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കിട്ടുന്നതാണ്. എന്നിട്ട് അവളുടെ ചോയ്സുകൾ ഇല്ലാണ്ടാക്കുക, അവളുടെ ഫ്രീഡം ഞാൻ ഇല്ലാണ്ടാക്കും. എൻ്റെ വീട്ടിൽ തടങ്കലിൽ അവൾ കഴിയണം, എനിക്ക് വേണ്ട രീതിയിൽ ഭക്ഷണം പാകം ചെയ്യുക, എൻ്റെ കുട്ടികളെ പെറ്റുകൂട്ടുക. ഇതൊക്കെയാണ് അവർ സ്വപ്നം കണ്ട അവരുടെ ഭാര്യമാർ. അതുപോലെ ആവണം എൻ്റെ സങ്കല്പവും. എനിക്ക് എൻ്റെതായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാൻ പോലും പാടില്ല. മുസ്ലിം ആയാൽ പോലെ അതുപോലെ ജീവിക്കാൻ അറിയണം. ഇതുപോലത്തെ കമൻറ്റ്സ് എനിക്ക് ഡെയിലി വരും. എന്തിനെന്നറിയോ? ചിലപ്പോൾ ഈ കാത് കുത്തിയനാവാം, ചിലപ്പോൾ എൻ്റെ ലൈഫ് ഞാൻ എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് നടക്കുന്ന റീൽസിൻ്റെ കടിയിൽ വരുന്ന കമൻറ്റ്സാണ്. ഒരുപാട് പ്രാവശ്യം ഇൻസ്റ്റ തുടങ്ങിയ മുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുസ്ലിം അല്ല, എനിക്ക് മതമില്ല എന്ന്. ഞാൻ മനുഷ്യനാണ്, എന്നെ മനുഷ്യനെ നിങ്ങൾ കണ്ടാൽ മതി. ഒരു മതത്തിന്റെ ലേബലിൽ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹിന്ദു ആയിട്ടും ക്രിസ്ത്യനായിട്ടും മുസ്ലിമായിട്ടും അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ എന്ത് പറിക്കാണ് നിങ്ങൾ മുസ്ലിമായി ഇത് ഫോളോ ചെയ്യണം, ഞാൻ മുസ്ലിമാ നിങ്ങളോട് എപ്പോഴും പറഞ്ഞോ? എന്റെ വാക്കുകളെ അവർ ഭയക്കുന്നു, അല്ലെങ്കിൽ അവരങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഇനി ഞാൻ അത് വെച്ച് തന്നെ മുന്നോട്ട് പോകും. നിങ്ങൾ എന്താണോ ഭയക്കുന്നത്, അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ കണ്ട് പിള്ളേർ ഇൻഫ്ലുവൻസ് ആവും പോലും. ആയിക്കോട്ടെ, ഇൻഫ്ലുവൻസ് ആവട്ടെ, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ. കണ്ടല്ലോ, അഖിലിന്റെ പ്രശ്നങ്ങൾ അവിടെയാണ്. അതായത് അഖിൽ ഷാ മുസ്ലിം മതത്തിനെ വിമർശിക്കുന്നു, മുസ്ലിം മതത്തിൽ പറഞ്ഞ പോലെ അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്നുള്ളൊരു ഫാക്ടർ വെച്ചിട്ടാണ്
അവനെ ഈ രീതിയിൽ ഡിഫെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സാധനങ്ങൾ അടിച്ചിറക്കുന്നത് എന്നുള്ളത് അവന് വ്യക്തമാണ്. ഇത് ഞാൻ കൃത്യമായി പറയാൻ കാരണം എന്താ പറയുക, ഈ മുസ്ലിം മതത്തിനെ ഡിഫെൻഡ് ചെയ്യാനിരിക്കുന്ന എബ്രോഡുള്ള ഒരു സൈബർ വിങ് ഇത് ചെയ്യുമെന്ന് ഞാൻ പറയാൻ കാരണം ഇതൊരു അഖിൽഷായുടെ കേസിൽ മാത്രമല്ല എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഒരുപാട് പേരുടെ കേസുകളിൽ ഇതുപോലത്തെ പരിപാടികൾ ഈ സൈബർ ഗുണ്ട ടീംസ് ചെയ്തിട്ടുണ്ട്. മതത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യുന്ന ഏറ്റവും തെമ്മാടിത്തരമായിട്ടുള്ള ഒരു കാര്യമാണിത്. ഓക്കെ, ഇത് മതത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതല്ല. മതത്തിനെതിരെ ക്രിറ്റിസിസം വരാൻ പാടില്ല എന്നുണ്ടോ? ഏതെങ്കിലും ഒരു മതത്തിനെതിരെ ക്രിറ്റിസിസം വരാൻ പാടില്ല, അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഇത് എന്ത് റീസണ് വേണ്ടിയിട്ടാണെങ്കിലും ഒരു മനുഷ്യനെ പേഴ്സണലി തകർക്കാൻ വേണ്ടി ചെയ്യുന്ന ഇങ്ങനത്തെ തെമ്മാടിത്തരങ്ങൾ അത് അവസാനിപ്പിക്കേണ്ടത് ഇവിടുത്തെ നിയമം എന്ന് പറഞ്ഞൊരു കാര്യം കൊണ്ട്. ഇവിടുത്തെ സൈബർ സിസ്റ്റം സ്ട്രോങ് ആവണം. വേണ്ടേ? എടീ, നിങ്ങളൊരു ലിസ്റ്റ് എടുക്കുക. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ എത്ര പേര് ഇതേപോലെ തലമാറ്റി വെട്ടി ഒട്ടിച്ചുള്ള ഫോട്ടോ വീഡിയോ കാരണം അവരുടെ ലൈഫ് ട്രോമറ്റൈസ്ഡ് ആയിട്ടുണ്ട്? എത്ര പേരെ പിടിച്ചിട്ടുണ്ട്? എന്തൊക്കെ സീനുകൾ നമുക്ക് നമ്മുടെ ചുറ്റും നടക്കുന്നറിയാം. എന്നിട്ട് പോലും ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു രീതിയിലുള്ള ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ, സൈഹണ്ട്, അതുപോലെ ഒരു പുതിയൊരു ഓപ്പറേഷനായിട്ട് തന്നെ ഇറക്കണം എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല സാറിനോടും ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനോടും എനിക്ക് പറയാനുള്ളത്. അറ്റ്ലീസ്റ്റ് കേരളത്തിൽ നിന്നെങ്കിലും ഇറക്ക് ഇതുപോലുള്ള സൈബർ ക്രൈമുകൾ, കുറ്റവാളികൾ, ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ ഇരിക്കുന്ന അവരുടെ അഡ്മിൻസ്, അവർ ഫേക്ക് നമ്പർ ഉപയോഗിച്ചാൽ അടക്കം IP വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന സിസ്റ്റം, സൈബർ സിസ്റ്റം ടൂൾസ് നമുക്കുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നില്ലേ, നിങ്ങൾ കുട്ടികളെ ഹയർ ചെയ്യും, പുറത്തുനിന്ന് ടെക്കീസിനെ ഹയർ ചെയ്യും, ഈ സാധനത്തിലൊരു തീരുമാനം ഉണ്ടാക്കുക. ഇതൊരു സെലിബ്രിറ്റികൾ മാത്രം അനുഭവിക്കുന്ന വിഷയമല്ല, സാധാരണക്കാരടക്കം അനുഭവിക്കുന്നുണ്ട് ഓരോ ദിവസവും ഇതേപോലുള്ള ത്രട്ടനിങ്ങുകൾ, എക്സ്പ്ലോയിറ്റേഷൻസ്. പിന്നെ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേറ്റ് ചെയ്യുക ആൾക്കാരെ. അതൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന അവിടെ പറയുന്നത് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക. ഇന്ന് എന്താ പറയുക, ഈ വ്യൂവർഷിപ്പ് കുറയും. മനസ്സിലായില്ലേ? വ്യൂവർഷിപ്പാണ് ഇതിന് ഏറ്റവും വലിയ സീനാവുന്നത്. ഇവിടെ ആളുകളുണ്ട് ഇത് വാങ്ങാനും കാണാനും. ഇത് വിൽപ്പനയാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മേടിക്കാൻ ആളുകളതുകൊണ്ടാണ്. മക്കളിലേക്ക് ഇവർ ഈ സാധനം കുത്തിവെക്കുകയാണ്. കാരണം അവർക്ക് മക്കൾക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. വാട്ട് ഈസ് ഹെൽത്തി സെക്സ് എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് കുട്ടികളുടെ ഇടയ്ക്ക് ഈ സാധനങ്ങൾ കുത്തിവെച്ച് അവർ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. അവരെ കൊണ്ടും ഇങ്ങനത്തെ സാധനങ്ങൾ എടുപ്പിച്ചിട്ട് ചെയ്യുകയാണ്. ഇത് ഒരു ഇൻസ്റ്റാഗ്രാമിൽ സ്വന്തം വീട്ടിൽ നിന്നൊക്കെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുകയാണ് പൈസ കൊടുത്തിട്ട്. ആൻഡ് ഇതിൻ്റെയൊക്കെ കണ്ണികൾ പോകുന്നത് എങ്ങോട്ടറിയാം? ഇതൊക്കെ ഒരു ലൂപ്പാണ്. ഇതിൻ്റെയൊക്കെ കണ്ണികൾ കിടക്കുന്നത് അടുത്ത ലഹരിയിലേക്കും. സോ ഇതൊരു ചെയിനാണ്. ഇത് ബ്രേക്ക് ചെയ്യണം.